ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് എൻ്റെ താത്തയുടെ വീട്ടിലാണ്. അവിടെയാണെങ്കിൽ വീട് പുതുക്കി പണിതായിരുന്നു കേട്ടോ. ഇത് പാല് കാച്ചൊക്കെ കഴിഞ്ഞൊരു വീടാണ്. പക്ഷേ അവർ വീട്ടിൽ താമസിക്കാൻ കയറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ വീട് ഇങ്ങനെയല്ല, വീട്ടിൽ കുറേ കാര്യങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. അങ്ങനെ അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി. റൂമൊന്നും വലിയ രീതിയിൽ മാറ്റിയിട്ടില്ല. ബാക്കി അകത്തുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിച്ചണൊക്കെ ആണല്ലോ മെയിനായിട്ട് അവർക്ക് വേണ്ടേ. കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഹോളൊന്നും ഇങ്ങനെയല്ലായിരുന്നു, വെറും മതിലായിരുന്നു. അവിടെ ഒരു ഫുൾ പുതിയ സെറ്റ് ചെയ്തു. പിന്നെ ഒരു കിച്ചനായിരുന്നു. അവർ ഈ കിച്ചനെ മാറ്റി അതിനെ ഡൈനിങ് റൂമാക്കി മാറ്റി. അത് നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ മിററൊക്കെ സെറ്റ് ചെയ്തു. മിറർ 3 ലൈറ്റൊക്കെ അതിപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ, അതറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. പിന്നെ നേരെ നമ്മൾ പോകുന്ന അടുക്കളയിലോട്ടാണ്. ഇതാണ് അടുക്കള. ഇത് അടുക്കളയല്ലായിരുന്നു കേട്ടോ, നേരത്തെ ഇത് വർക്ക് ഏരിയ ആയിരുന്നു. വെറുതെ ഇവിടെ കുറേ പല്ലികൾക്കൊക്കെ എലികൾക്കും ഓടിക്കളിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം അവിടെ ഒരു കിച്ചണൊക്കെ അവർ സെറ്റ് ചെയ്തു. പിന്നെ അവിടെ തന്നെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റും ഉണ്ടായിരുന്നേ. ഞങ്ങളിതാ എത്തിയ താമസിച്ചു പോയി. ഞങ്ങൾ രാവിലത്തെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ നല്ല ചൂട് ബറോട്ടയും ബീഫ് കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. അതിനുശേഷം അതിൻ്റെ ഉമ്മ ഇങ്ങനെ നോക്കിയാണ് ഞാൻ എന്ത് ചെയ്യുകയാണെന്ന്. അതെൻ്റെ ഉമ്മയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ആരും അറിയാതെ റൈന എന്തോ എടുത്ത വീഡിയോ ആണ്. പിന്നെ അടുത്ത് നമ്മൾ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടി നമ്മൾ തച്ചയാണ് കയറിയിരിക്കുന്നത്. തച്ചിയ മരം ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള നിർബന്ധത്തിൽ കയറി നിൽക്കുവാണ്. ഇത് തൊട്ടടുത്ത വീട്ടിലെ ആൻറ്റിയുടെ വീട്ടിലെ ചാമ്പയ്ക്കാണ്. ആൻറ്റി പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള എല്ലാ ചാമ്പയ്ക്കയും പറിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത്ര തറയുടെ നാശമാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫുൾ ചാമ്പയ്ക്കയും പറിച്ചെടുക്കുവാണ്. ഫുള്ള് എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് എടുക്കുന്നുള്ളൂ. പക്ഷേ എൻ്റെ താത്ത ഇങ്ങനെ നിൽക്കുകയാണ് സ്പീഡിൽ ഫുള്ളും പറിച്ചെടുത്താലോ എന്നുള്ള രീതിയിൽ. പിന്നെ നമുക്കിതിൽ വലിയൊരു ചാമ്പയ്ക്ക കിട്ടിയായിരുന്നേ. ഞാൻ അങ്ങനത്തെ ചാമ്പയ്ക്ക ആക്ച്വലി ആദ്യമായിട്ട് കാണുക കേട്ടോ, ഇത്രയും വലുത്. ചിലപ്പോൾ അത് സയാമീസ് ഇരട്ടായിരിക്കാം ഇത്രയും വലുതായതിന് കാരണം. പിന്നെ ഇവർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി കുറേ ചെടികൾ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഓരോന്നും ഓരോ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അത് എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. വീടിൻ്റെ അകത്തും ഒരുപാട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, അതുകൊണ്ട് ഞാനൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു പുതിയ കിളിക്കൂട് സെറ്റ് ചെയ്തായിരുന്നു. ഇതിന് ചെറിയ കിളിക്കൂടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മാറ്റിയിട്ട് ഒന്ന് വലുതായിട്ട് സെറ്റ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ അതിന് വിശാലമായിട്ട് പറക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഉടനെ വരാവേ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.